Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും ഏറെ ദുരൂഹതകളാണ് ചുരുളഴിഞ്ഞു വരുന്നത്. ഒരുപക്ഷെ ഇത്രയും ശക്തമായ ധീരോദത്തമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറും നേതൃത്വത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനോടകം തന്നെ 25ഓളം അവശിഷ്ടങ്ങൾ, അതായത് എല്ലുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചുരുളഴിയുകയാണ്. നേത്രാവതി പുഴയുടെ തീരത്തായി പല പ്രദേശങ്ങളിലായി ഓരോ സ്ഥലവും കുഴിച്ചു നോക്കുകയാണ്. ഇതിലെ 8 പോയിന്റുകൾ കുഴിച്ചതിന് പ്രകാരമാണ് കുറേയധികം തെളിവുകളിലേക്ക് വിരൽ ചൂണ്ടിയത്. അതിനുശേഷം രണ്ടാം ഘട്ടം അതിനിർണായകമായി മാറുകയായിരുന്നു. 9 മുതൽ 15 വരെയുള്ള പോയിന്റുകൾ കുഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ എത്തിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായ പലരെയും കൊന്നുകുഴിച്ചു മൂടിയ ഇടമാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായി ഇങ്ങനെയുള്ളവരെ കുഴിച്ചുമൂടാൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു എന്ന ഒരു തൊഴിലാളിയുടെ പോലീസിന് മുൻപിൽ കീഴടങ്ങിക്കൊണ്ടുള്ള വെളിപ്പെടുത്തലാണ് ഈ നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ BJP സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അവർ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചത് ആരെയെങ്കിലും സംരക്ഷിക്കാനാണോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്നാണ് DK ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വലിയ ചതികൾ നടന്നിട്ടുണ്ട്, വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. DK ശിവകുമാറും സിദ്ധരാമയ്യയും ശക്തമായി ഈ കാര്യങ്ങൾ ഒരിഞ്ചുപോലും അതിന്റെ പ്രാധാന്യം ചൊരാതെ വിഷയത്തിൽ കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തി മുഴുവൻ തെളിവുകളും തോണ്ടിയെടുക്കേണ്ടതിന്റെ അനിവാര്യത ഉയർത്തിവിടുകയാണ്. സമാനതകളില്ലാത്ത ഒരു സംഭവ വികാസമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേത്രാവതി പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ ആരോപണങ്ങളുണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ ഇതൊരു പ്രധാന വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ വാദപ്രതിവാദങ്ങളൊക്കെ BJPയും കോൺഗ്രസും തമ്മിൽ നടത്തുകയാണ്. എന്നാൽ രാഷ്ട്രീയത്തിനേക്കാളേറെ ആരുടെയൊക്കെ പൈശാചിക നടപടികളാണിത് എന്നുള്ളതിന്റെ സമഗ്രമായ അന്വേഷണം നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാൻ പോകുന്നത് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ സാമ്പിളുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതും ഫോറൻസിക് വിദഗ്ധർ ബന്ധപ്പെട്ട നടപടികൾ ത്വരിതപ്പെടുത്തുക എന്നുള്ളതുമാണ് അവശേഷിക്കുന്ന ഏക കാര്യം. പക്ഷേ കർണാടക സർക്കാരിന്റെ ധീരോദത്തമായ നടപടിയെ അഭിനന്ദിച്ചേ മതിയാകൂ എന്നുള്ളത് BJPയുടെ നേതാക്കൾ പോലും തുറന്നടിക്കുകയാണ്.